നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. US ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ സമ്പൂർണ്ണ താരിഫ് ഇളവ് നൽകിയെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ തള്ളി ഇന്ത്യ. ട്രംപിന്റെ അവകാശവാദത്തിനെതിരെ ഡൽഹി ശക്തമായി രംഗത്ത്. റഷ്യയുടെ സമീപനം ഗൗരവകരമല്ല. പുടിനെ ഇസ്താംബൂളിൽ നേരിട്ട് ചർച്ചയ്ക്കെത്തിക്കാൻ വെല്ലുവിളിച്ച് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി. ഇന്ത്യയിൽ ആപ്പിൾ ഐഫോൺ നിർമ്മാണം നടത്താൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതിർത്തി കടന്നുള്ള എല്ലാ സൈനിക നടപടികളും താൽക്കാലികമായി നിർത്തിവെക്കുവാനും ഇരു സൈന്യങ്ങൾക്കുമിടയിലെ വിശ്വാസം വളർത്തുവാനും നടപടികൾ തുടരുവാനും ഇരു രാജ്യങ്ങളുടെയും ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് തല ചർച്ചകൾ ഇന്ത്യയും പാകിസ്ഥാനും സമ്മതിച്ചു. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരുമായി സഹകരണം ശക്തമാക്കാൻ ധാരണയിലെത്തി ഇന്ത്യ. വിദേശകാര്യമന്ത്രി S ജയശങ്കർ താലിബാൻ വിദേശകാര്യമന്ത്രിയുമായി ഇക്കാര്യത്തിൽ ധാരണയിലെത്തി. വാർത്തകൾ വിശദമായി. US ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ സമ്പൂർണ്ണ താരിഫ് ഇളവ് നൽകിയെന്ന ദോഹയിലെ ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ തള്ളി ഇന്ത്യ. തന്റെ രാജ്യത്ത് നിന്നും ഇറക്കുമതി ചെയ്യുന്ന എല്ലാ സാധനങ്ങളുടെയും തീരുവകൾ ഇന്ത്യ ഒഴിവാക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തിനെതിരെ ഡൽഹി ശക്തമായി രംഗത്തുവന്നു. പ്രാദേശിക വാർത്താ ഏജൻസികൾക്ക് നൽകിയ പ്രസ്താവനയിൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഈ വാദത്തെ എതിർത്തു. ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണെന്നും എല്ലാം ശരിയാകുന്നതുവരെ ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഒരു താരിഫ് ഈടാക്കാൻ പോലും തയ്യാറല്ലാത്ത ഒരു കരാർ ഡൽഹി ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തു എന്നാണ് ട്രംപ് നേരത്തെ മാധ്യമപ്രവർത്തകരോട് പ്രഖ്യാപിച്ചത്. സമഗ്രമായ വ്യാപാര കരാർ ചർച്ച ചെയ്യുന്നതിനുള്ള ചർച്ചകളിലാണ് ഇന്ത്യയും USഉം ഇപ്പോൾ. നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ വ്ളാഡിമിർ പുടിൻ തുർക്കിയിലേക്ക് പോയില്ല. റഷ്യയുടെ സമീപനം ഗൗരവകരമല്ല എന്ന് പുടിനെ ഇസ്താംബൂളിൽ നേരിട്ട് ചർച്ചയ്ക്കെത്തിക്കാൻ വെല്ലുവിളിച്ച് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി. താനും പുടിനും തമ്മിൽ കാണാതെ സമാധാനമോ വെടിനിർത്തലോ ഒന്നും നടക്കില്ലെന്നും ഇതിനിടയ്ക്ക് ഡൊണാൾഡ് ട്രംപും പ്രതികരിച്ചതോടെ ഉക്രൈൻ റഷ്യ സമാധാന ചർച്ചകൾ വഴിമുടക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി. ഇസ്താംബൂളിൽ റഷ്യ ഉക്രൈൻ വെടിനിർത്തൽ സംബന്ധിച്ച് നടക്കുന്ന പ്രതിനിധി ചർച്ചകൾ ഫലം കാണാൻ ഇടയില്ല എന്ന സൂചന നൽകി വാഷിംഗ്ടൺ. റഷ്യയുമായുള്ള സമാധാന ചർച്ചകൾക്കായി വ്ളാഡിമിർ സെലൻസ്കിയും വ്ളാഡിമിർ പുടിനും ഇസ്താംബൂളിലേക്ക് ഒരു പ്രതിനിധി സംഘത്തെ അയച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഡൊണാൾഡ് ട്രംപും വ്ളാഡിമിർ പുടിനും തമ്മിൽ കൂടിക്കാഴ്ചയ്ക്ക് സമ്മതിച്ചില്ലെങ്കിൽ ചർച്ചകൾ ഒരു പുരോഗതിയും ഉണ്ടാകില്ല എന്ന് വാഷിംഗ്ടൺ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പുടിനും താനും തമ്മിൽ ചർച്ച നടത്താത്ത പക്ഷം ചർച്ചകൾ കാര്യമില്ല എന്ന് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട്. പ്രസിഡന്റ് റജബ് തായിബ് എർദോഗനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തുർക്കി തലസ്ഥാനമായ അങ്കാറയിൽ നടന്ന പത്രസമ്മേളനത്തിൽ സംസാരിച്ച സെലൻസ്കി 30 ദിവസത്തെ അടിയന്തര വെടിനിർത്തലിന് കീവ് ശ്രമിക്കുമെന്നും പറഞ്ഞു. റഷ്യ ഒരു താഴ്ന്ന തരത്തിലുള്ള സംഘത്തെ അയച്ചിട്ടുണ്ടെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാൻ ഉക്രൈൻ ഉറച്ചു നിൽക്കുന്നുവെന്ന് ട്രംപിന് സൂചന നൽകുന്നതിനായി ഒരു ഉന്നതതല പ്രതിനിധി സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നതെന്നും പറഞ്ഞു. അതിർത്തി കടന്നുള്ള എല്ലാ സൈനിക നടപടികളും താൽക്കാലികമായി നിർത്തുവാനും ഇരു സൈന്യങ്ങൾക്കുമിടയിലെ വിശ്വാസം വളർത്തുന്ന നടപടികൾ തുടരുവാനും ഇരു രാജ്യങ്ങളുടെയും ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് തല ചർച്ചകൾ ഇന്ത്യയും പാകിസ്ഥാനും സമ്മതിച്ചു. മെയ് 10 രണ്ട് DGMOമാരും തമ്മിലുള്ള ധാരണയ്ക്ക് പുറമെ ജാഗ്രതാ നില കുറയ്ക്കുന്നതിനായി ആത്മവിശ്വാസം വളർത്തുന്ന നടപടികൾ തുടരാൻ തീരുമാനിച്ചു എന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. മെയ് 18 വരെ വെടിനിർത്തൽ നീട്ടാൻ സൈന്യം സമ്മതിച്ചതായി പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാദ് ദാർ പാർലമെന്റിൽ പറഞ്ഞതായും AFP റിപ്പോർട്ട് ചെയ്യുന്നു. 3 ദിവസത്തെ തീവ്രമായ സൈനിക പോരാട്ടത്തിനു ശേഷം മെയ് 10 പാകിസ്ഥാൻ DGMO മേജർ ജനറൽ കാഷിഫ് അബ്ദുള്ള തന്റെ ഇന്ത്യൻ സഹമന്ത്രി ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായെ വിളിച്ച് അതിർത്തി കടന്നുള്ള എല്ലാത്തരം വെടിവയ്പ്പുകളും നിർത്താൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഇരു രാജ്യങ്ങളും ഇരുവശത്തുനിന്നും വെടിവയ്പ് നിർത്താൻ സമ്മതിക്കുകയായിരുന്നു. എന്നിരുന്നാലും അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നും കനത്ത ഷെല്ലാക്രമണവും വെടിവയ്പും ഉണ്ടായതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ മണിക്കൂറുകൾക്ക് ശേഷം പാകിസ്ഥാൻ ധാരണ ലംഘിച്ചു. ഇന്ത്യൻ താലിബാൻ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരുമായി സഹകരണം ശക്തമാക്കാൻ ധാരണയിലെത്തി ഇന്ത്യ. വിദേശകാര്യമന്ത്രി S ജയശങ്കർ താലിബാൻ വിദേശകാര്യമന്ത്രിയുമായി ഇക്കാര്യത്തിൽ ധാരണയിലെത്തി. ആദ്യമായാണ് താലിബാൻ സർക്കാരിന്റെ ആക്ടിംഗ് വിദേശകാര്യമന്ത്രിയുമായി വിദേശകാര്യമന്ത്രി S ജയശങ്കർ ചർച്ച നടത്തുന്നത്. ഫോണിലാണ് ഇരുവരും വിവരങ്ങൾ കൈമാറിയത്. അഫ്ഗാനികൾ വിസ നൽകുന്നത് വീണ്ടും തുടങ്ങുന്നത് ആലോചിക്കാമെന്നും ഇന്ത്യ അറിയിച്ചതായും താലിബാൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെതിരായ നിലപാട് എടുത്തതിന് ഇന്ത്യ നന്ദി അറിയിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരിന്റെ നടപടി അഭിനന്ദനാർഹമാണെന്ന് S ജയശങ്കർ എക്സിൽ കുറിച്ചു. ജയിലിലുള്ള അഫ്ഗാനികളെ ഇന്ത്യ വിട്ടയക്കണമെന്ന് താലിബാൻ ആവശ്യപ്പെട്ടു.
അഫ്ഗാനിലെ താലിബാൻ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി മൗലവി അമീർ ഖാൻ മുത്തഖിയുമായി സംസാരിച്ചുവെന്നും അഫ്ഗാനിലെ ജനങ്ങളുമായി പരമ്പരാഗതമായി തുടരുന്ന സൗഹൃദത്തെക്കുറിച്ച് അടക്കം സംസാരിച്ചുവെന്നും എസ് ജയശങ്കർ വ്യക്തമാക്കി. അഫ്ഗാനിലെ ജനങ്ങളുടെ വികസന കാര്യങ്ങളിലടക്കം പിന്തുണ തുടരുമെന്നും അഫ്ഗാനുമായുള്ള സഹകരണം തുടരുന്ന കാര്യങ്ങളും ചർച്ച ചെയ്യുമെന്നും എസ് ജയശങ്കർ വ്യക്തമാക്കി. ഇന്ത്യയിൽ ആപ്പിൾ ഐഫോൺ നിർമ്മാണം നടത്താൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയിലേക്കുള്ള ഐഫോണുകളുടെ ഉൽപ്പാദനം ഇന്ത്യയിൽ നിന്നും ലഭ്യമാക്കാനുള്ള ആപ്പിളിന്റെ പദ്ധതിക്കെതിരെ രൂക്ഷമായി നിലപാടെടുത്തു ഡൊണാൾഡ് ട്രംപ്. US വിപണിയിലേക്കുള്ള ഹാൻഡ്സെറ്റുകളുടെ അസംബ്ലി ചൈനയിൽ നിന്നും ഇന്ത്യയിലേക്ക് മാറ്റാൻ കമ്പനി പദ്ധതിയിടുന്നുണ്ടെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് ട്രംപ് ആപ്പിളിനെയും അതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ടീം കുക്കിനെയും താക്കീത് ചെയ്തു. US-ന്റെ $500 ബില്യൺ ചെലവഴിക്കുമെന്ന ആപ്പിളിന്റെ സമീപകാല വാഗ്ദാനത്തെ പരാമർശിച്ചുകൊണ്ടാണ് ട്രംപിന്റെ ഇന്ത്യ വിരുദ്ധ നിലപാട്. ജന്മനാടായ സ്ലോവേനിയയിൽ സ്ഥാപിച്ച മെലാനിയൻ ട്രംപിന്റെ ആദ്യത്തെ വെങ്കല പ്രതിമ കാണാതായതിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. 2020-ൽ US പ്രഥമ വനിതയുടെ ജന്മനാടായ സെവ്നയ്ക്ക് സമീപം അനാച്ഛാദനം ചെയ്ത തടിപ്രതിമ നശിച്ചിരുന്നു. ഇതോടെയാണ് അവരുടെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തത്. മെയ് 13-ന് മോഷണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഉടൻ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ കുറ്റകൃത്യം നടന്ന സ്ഥലം സന്ദർശിച്ച് അന്വേഷണം ആരംഭിച്ചുവെന്നും പോലീസ് വക്താവ് അലങ്ക റെങ്കാസ് പറഞ്ഞു. റഷ്യൻ അട്ടിമറിക്കാരും ചാമ്പ്യന്മാരും രാജ്യത്ത് ഉണ്ടാകണമെന്ന് പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകുകയും അവരെ എങ്ങനെ കണ്ടെത്താമെന്ന് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്ത ലാത്വിയയിലെ രഹസ്യാന്വേഷണ ഏജൻസി MIDD ബാൾട്ടിക് സംസ്ഥാനത്തിന്റെ പ്രതിരോധ ഇന്റലിജൻസ് ആൻഡ് സെക്യൂരിറ്റി സർവീസ് റഷ്യ അയച്ചേക്കാവുന്ന സാധ്യമായ പ്രവർത്തകരെ എങ്ങനെ കണ്ടെത്താമെന്ന് നൽകിയ സൂചനകളിൽ ശുചിത്വമില്ലായ്മ, നാട്ടുകാരുമായി അമിതമായി സംസാരിക്കുക, സൈനിക ശൈലിയിലുള്ള ഒരു ഹെയർ കട്ട്, ഭൂപ്രദേശം അറിയാത്ത പ്രത്യേക മെഡിക്കൽ കിറ്റുകൾ, മാപ്പുകൾ അല്ലെങ്കിൽ റേഡിയോ പോലുള്ള അസാധാരണമായ അളവിൽ അതിജീവന ഉപകരണങ്ങൾ കൈവശമുള്ള വിനോദസഞ്ചാരികൾ എന്നിവരെയൊക്കെ റഷ്യൻ ചാരന്മാരാകാമെന്ന് മുന്നറിയിപ്പുണ്ട്. 2014-ൽ ഇഗ്വാലയിൽ നിന്നും 43 വിദ്യാർത്ഥികളെ കാണാതായതുമായി ബന്ധപ്പെട്ട തെളിവുകൾ നശിപ്പിച്ചതിന് മെക്സിക്കോയിലെ ഒരു വിരമിച്ച ജഡ്ജിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. 10 വർഷങ്ങൾക്ക് മുമ്പ് അധ്യാപക ട്രെയിനിങ്ങിലെ കാണാതായപ്പോൾ ഗഗറയിലെ സംസ്ഥാനത്തെ സുപ്പീരിയർ ട്രൈബ്യൂണൽ ഓഫ് ജസ്റ്റിസ് പ്രസിഡന്റായിരുന്ന ലാംബർട്ടിനെ ഗലീന മാരിൻ ആണിപ്പോൾ പിടിയിലായിരിക്കുന്നത്. കേസിൽ നിർണായകമാണെന്ന് അന്വേഷകർ പറയുന്ന CCTV ദൃശ്യങ്ങൾ അപ്രത്യക്ഷമാകുന്നതിലേക്ക് നയിച്ച ഒരു ഉത്തരവ് 79-കാരിയായ അവർ നൽകിയതായി സംശയിക്കുന്നു. അറസ്റ്റ് വാറണ്ട് പുറപ്പെടുപ്പിച്ച് 3 വർഷത്തിനു ശേഷം ചിൽപാൻസിംഗോ നഗരത്തിൽ വെച്ചാണ് അവരെ അറസ്റ്റ് ചെയ്തത്. മുൻ പ്രസിഡന്റ് യഹ്യ ജമയിൽ നിന്നും പിടിച്ചെടുത്ത ആഡംബര കാറുകൾ മുതൽ പശുക്കൾ വരെ സ്വത്തുക്കൾ വിറ്റ സംഭവത്തിൽ പുലിവാലു പിടിച്ച് ഗാംബിയൻ സർക്കാർ. വ്യാപകമായ പൊതുജന പ്രതിഷേധത്തെ തുടർന്ന് പ്രസിഡന്റ് അദാമ ബാരോ അന്വേഷണം പ്രഖ്യാപിച്ചു. അന്വേഷണത്തിൽ പൂർണ്ണ സുതാര്യത വാഗ്ദാനം ചെയ്ത് കണ്ടെടുത്ത സ്വത്തുക്കൾ ജനങ്ങളുടേതാണ് എന്നും ഉറപ്പു നൽകി. 22 വർഷത്തെ ഭരണകാലത്ത് ജമ്മെ സമ്പാദിച്ച സ്വത്തുക്കളെക്കുറിച്ച് ഒരു പാനൽ അന്വേഷണം നടത്തുന്നതിനിടെ കന്നുകാലികൾ, ആഡംബര വാഹനങ്ങൾ എന്നിവ ഉൾപ്പെടെ പിടിച്ചെടുത്ത സ്വത്തുക്കൾ വിറ്റഴിച്ചത്. ഇത് സംബന്ധിച്ച മാധ്യമ വാർത്തകൾ വന്നതോടെ തലസ്ഥാനത്തും പ്രതിഷേധം ശക്തമാവുകയായിരുന്നു. ഫോർഡിലെ കുഗ പ്ലഗ് ഇൻ ഹൈബ്രിഡ് കാറുകളിലെ ഹൈ വോൾട്ടേജ് ബാറ്ററിയിൽ തീപിടുത്ത സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുമായി കമ്പനി. അയർലൻഡിലെ ഏകദേശം 2850 വാഹനങ്ങളെ ഇത് ബാധിക്കും. ബാറ്ററിയിലെ ചില സെല്ലുകൾക്ക് നിർമ്മാണത്തിലെ സാങ്കേതിക പ്രശ്നം മൂലം ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതുവഴി സ്റ്റോപ്പ് സേഫ്ലി നൗ എന്ന മുന്നറിയിപ്പ് മെസ്സേജും ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ വാർണിംഗ് ഐക്കണും കാണാം. സന്ദേശം വന്നാൽ ഉടൻ വാഹനം സുരക്ഷിതമായി നിർത്തി പുറത്തു കടക്കണം. ഇത് വാഹനത്തിന് പവർ നഷ്ടപ്പെടാനും ബാറ്ററി താപം പുറത്തുവിടാനും തീപിടുത്തം ഉണ്ടാകാനും സാധ്യതയുണ്ട്. ബാറ്ററി ചാർജ് ചെയ്യരുതെന്നും പെട്രോൾ എഞ്ചിൻ ഉപയോഗിച്ച് മാത്രം വാഹനം ഓടിക്കണമെന്നും ഫോർഡ് ഉടമകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ഫോർഡ് പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വികസിപ്പിച്ച് വരികയാണ്. ഇത് 2025-ലെ 2ാം പാദത്തിൽ പുറത്തിറക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ബാറ്ററി സെൽ ഡാമേജ് കണ്ടെത്തിയാൽ ബാറ്ററിക്ക് പാക്ക് മാറ്റി നൽകും. സ്വിസ് ആർമിയിലെ ഉദ്യോഗസ്ഥ ക്ഷാമം പരിഹരിക്കുന്നതിനും സ്വിറ്റ്സർലൻഡിലെ കുടിയേറ്റക്കാർക്കും സൈനിക സേവനം നിർബന്ധമാക്കാൻ നിർദ്ദേശം. സ്വിസ് പീപ്പിൾ പാർട്ടിയിൽ നിന്നുള്ള ദേശീയ കൗൺസിലർ എറിക് ഓണ്ടോബൽ ആണ് ഇക്കാര്യം മുന്നോട്ട് വെച്ചത്. നിലവിലെ നിയമം അനുസരിച്ച് സ്വിസ് സൈന്യത്തിൽ സേവനം നിർബന്ധിതമായത് സ്വിസ് പൗരന്മാർക്ക് മാത്രമാണ്.
സ്വിറ്റ്സർലൻഡിലെ സുരക്ഷ ഉറപ്പു നൽകാനുള്ള ഏക മാർഗം രാജ്യത്തെ വിദേശ പൗരന്മാരെ സേനയുടെ ഭാഗമാക്കുക എന്നതാണെന്നും അദ്ദേഹത്തിന്റെ വാദം. നിലവിൽ സ്വിറ്റ്സർലൻഡിലെ സൈന്യത്തിന് 1,40,000 ഉദ്യോഗസ്ഥരാണുള്ളത്. അതിൽ നിർബന്ധിത സേവനത്തിന്റെ ഭാഗമായുള്ള സൈനികരും മുഴുവൻ സമയ സൈനികരും ഉൾപ്പെടുന്നുണ്ട്. സൈന്യത്തിന്റെ വലിപ്പം ദശകത്തിന്റെ അവസാനത്തോടെ 1,40,000 നിന്നും 1,10,000 കുറയ്ക്കുമെന്നും സ്വിസ് ആർമി മേധാവി തോമസ് ലോസ്ലി തന്നെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TV എൻജോയ് ചെയ്യുക.